മുകേഷ് എവിടെ? മുകേഷ് എവിടെ? കൊല്ലത്ത് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ മുകേഷിനെ കാണാത്തത് കൊണ്ടായിരുന്നു കോൺഗ്രസുകാർക്കും ബി ജെ പിക്കാർക്കും ഉറക്കം കിട്ടാതിരുന്നത്. മുകേഷിനെ ഇത്രയും കാലം കോൺഗ്രസുകാരും ബി ജെ പിക്കാരും കൂടി കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി ആറ്റുനോറ്റ് വളർത്തിയതാണോ തോന്നും മുകേഷിനെ കാണാതെയുള്ള പിട്ടത്തിൽ കണ്ടാൽ. സമ്മേളനത്തിൽ ഇക്കണ്ട ചർച്ചകളും തിരഞ്ഞെടുപ്പിനെ പറ്റിയുള്ള ആലോചനകളും കേരളത്തിലെയും കേന്ദ്രത്തിലെയും ഒട്ടുമിക്ക സഖാക്കളും ഒക്കെ പങ്കെടുത്തതൊന്നും പോരാ, മുകേഷിനെ കാണാത്തതായിരുന്നു ഏക പ്രശ്നം. എന്തെങ്കിലുമൊക്കെ വേണ്ടേ കുറ്റവും കുറവും ഒക്കെ പറയാൻ. അങ്ങനെ രണ്ടു കൂട്ടരുടെയും ആദ്യ അവസാനിച്ചിരിക്കുന്നു. മുകേഷ് സംസ്ഥാന സമ്മേളന വേദിയിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. ജോലി സംബന്ധമായ തിരക്കുകൾ കാരണമാണ് സമ്മേളന സ്ഥലത്ത് എത്താൻ കഴിയാതിരുന്നത് എന്ന് നേരത്തെ തന്നെ മുകേഷ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇതൊന്നും മതി വരാതെയാണ് കോൺഗ്രസുകാർ ഇത്രയും ദിവസം ഇക്കണ്ട വെപ്രാളം മുഴുവൻ കാണിച്ചു കൂട്ടിയത്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറുമ്പോൾ ഇത്രയും അന്വേഷിക്കുകയും വെപ്രാളം കാണിക്കുകയും ചെയ്യുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഇത്രയും തന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടല്ലോ എന്ന് നർമ്മത്തിൽ പൊതിഞ്ഞ് പരിഹസിക്കുകയാണ് മുകേഷ് ചെയ്തത്. രാഷ്ട്രീയം ജീവിതമാർഗമാക്കി ഇറങ്ങി പുറപ്പെട്ട് പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി കീശ വിയപ്പിക്കുന്നവർക്കും അഴിമതിയും കൊള്ളപ്പണവും വഴി പണം സമ്പാദിക്കുന്നവർക്കും തൊഴിലിന്റെ മഹത്വം മനസ്സിലാവില്ല. എന്റെ പ്രിയപ്പെട്ട കോൺഗ്രസുകാരെ, രാഷ്ട്രീയം ഒരു തൊഴിലല്ല ഹേ. രാഷ്ട്രീയം ഒരു ജനസേവനമാണ്. അതിൽ ഒരു തരത്തിൽ കൂലി വാങ്ങിക്കാൻ പോലും പാടുള്ളതല്ല. എങ്കിലും മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകരായി അധികാരത്തിലിരുന്ന ഒരു സമൂഹത്തെ മുഴുവൻ സംരക്ഷിക്കുമ്പോൾ ജനങ്ങൾ അവരുടെ ടാക്സിൽ നിന്ന് തരുന്ന തുകയാണ് ആനുകൂല്യങ്ങളായും മറ്റും കൈപ്പറ്റുന്നത് എന്ന് കരുതി മറ്റു ചില നേതാക്കന്മാരെ പോലെ അച്ഛൻ ആനപ്പുറത്തിരുന്നത് കൊണ്ട് മകന്റെ ആസനത്തിൽ തഴമ്പുണ്ടാകുമെന്ന് കരുതി ആനയെ വാങ്ങാൻ ഇറങ്ങി പുറപ്പെടുന്ന കോൺഗ്രസുകാരുടെ പാരമ്പര്യം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇല്ല. അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിലെ ചില പുതിയ നേതാക്കന്മാരുടെ പോലെ ബക്കറ്റ് പിരിവ് ഇറങ്ങേണ്ടി വരും. സമ്മേളനത്തിന്റെ 2 ദിവസം വരാൻ കഴിഞ്ഞില്ല എങ്കിലും ലോഗോ പ്രദർശനത്തിന് താൻ ഉണ്ടായിരുന്നു എന്നും അന്ന് നടന്ന കബഡി മത്സരത്തിലെ വിജയികളായ ശ്രീലങ്കൻ ടീമിന് സമ്മാനം നൽകിയത് താനായിരുന്നു എന്നും മുകേഷ് പത്രമാധ്യമങ്ങളോട് പറഞ്ഞു. അടുത്ത മാസം 3 ദിവസം ചെന്നൈയിലും 2 ദിവസം താൻ മൈസൂറിലുമായിരിക്കുമെന്നും ഏപ്രിൽ 22 മുതൽ MLA-മാരുടെ ഒരു ടൂർ കാശ്മീർ, ഡൽഹി, ഹൈദരാബാദ് എന്നീ സ്ഥലത്തേക്ക് നടക്കുന്നുണ്ട് എന്നും അതിന് താൻ പങ്കെടുക്കാത്തതിൽ ഇത്രയും ആശി പിടിച്ച് ഓടി നടക്കരുത് എന്നും മുകേഷ് പറഞ്ഞു. അല്ലാതെ എന്ത് പറയാനാണ്? ഓരോരുത്തർക്കും അവരുടെ തൊഴിൽ മേഖലയിൽ പലവിധ തിരക്കുകൾ ഉണ്ടാകും. ചിലപ്പോൾ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നു കരുതി അവരെയൊക്കെ പാർട്ടി പുറത്താക്കിയതാണ് എന്ന് കണ്ണടച്ചങ്ങ് പറയാൻ പറ്റുമോ? ലൈംഗിക പീഡന കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ CPM ജില്ലാ നേതൃത്വം മുകേഷിനെ പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ നിന്നും അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു. സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികൾ ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപാണ് മുകേഷിനെതിരെ സിനിമാ മേഖലയിലെ ലൈംഗികാതിക്രമ പരാതികൾ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ ബോർഡുകളിലും നോട്ടീസിലും ഒന്നും മുകേഷിന്റെ പേരും ചിത്രവും ഉപയോഗിച്ചിരുന്നില്ല. മുകേഷിന്റെ അച്ഛനായ O മാധവന്റെ പേരിൽ ആരംഭിച്ച പാലിയേറ്റീവ് കെയർ സെന്ററിന്റെ ഉദ്ഘാടനത്തിനൊഴികെ പൊതുപരിപാടികൾക്കും കുറ്റപത്രം സമർപ്പിച്ച ശേഷം മുകേഷ് കാര്യമായി പങ്കെടുത്തിരുന്നുമില്ല. അതാണ് മുകേഷിനെ മനഃപൂർവ്വം ഒഴിവാക്കി എന്ന കള്ളക്കഥ രൂപീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പിലും കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ CPM ചിഹ്നത്തിൽ മത്സരിച്ചാണ് വിജയിച്ചതെങ്കിലും മുകേഷിനെ ഇതുവരെ പാർട്ടി അംഗത്വം നൽകിയിട്ടുമില്ല. എന്തായാലും ഇത്രയും ദിവസം ഉറക്കമൊഴിച്ചിരുന്ന് ഇപ്പോൾ തമ്മിൽ തല്ല് കാണാമെന്ന് മോഹിച്ചിരുന്നവർ ഒക്കെ ഇനിയെങ്കിലും ഒന്ന് ഉറങ്ങുന്നത് നന്നായിരിക്കും. അടുത്ത തെരഞ്ഞെടുപ്പിൽ തോൽക്കുമ്പോൾ നിരാശയിൽ കുറെ ഉറക്കത്തെ കളയാനുള്ളതാണ്.